Hi guys, welcome back to my channel. In this video, we will be covering the basics of CSS. If you are not familiar with HTML, please check out my HTML tutorial for beginners. The link will be in the description. So, we will be learning CSS through FreeCodeCamp. It is an open source learning platform. You can get started by going to the URL freecodecamp.org. FreeCodeCamp is an open source web platform. They provide many certifications in the field of web development. So we will be covering responsive web design certification. In the responsive web design certification, we have already covered basic HTML. In this video, we will be covering the basic CSS. So, so everybody can please go to this website and start with introduction to basic CSS. എന്താണ് സി എസ് എസ്? സി എസ് എസിൻ്റെ ഫുൾ ഫോം കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ്. എന്താണ് സി എസ് എസിൻ്റെ ജോലി? എച്ച് ടി എം എൽ എങ്ങനെ കാണണം, എച്ച് ടി എം എൽ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കണം, നമ്മൾ എഴുതുന്ന എച്ച് ടി എം എല്ലിൻ്റെ കളർ എന്തായിരിക്കണം, ഫോണ്ട് എന്തായിരിക്കണം, എവിടെയാണ് നമ്മൾ എഴുതുന്ന എച്ച് ടി എം എൽ പൊസിഷൻ ചെയ്യേണ്ടത്, സ്പേസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സി എസ് എസ് ആണ്. സോ ഒരു എച്ച് ടി എം എൽ എങ്ങനെ നമുക്ക് സി എസ് എസ് ആഡ് ചെയ്യാം? സി എസ് എസ് നമുക്ക് 3 തരത്തിൽ ആഡ് ചെയ്യാം. ഫസ്റ്റ്, എക്സ്റ്റേണൽ സി എസ് എസ്. എക്സ്റ്റേണലായിട്ട് സി എസ് എസിന് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ഫയലിൽ സി എസ് എസ് ഒക്കെ എഴുതി നമ്മൾ എച്ച് ടി എം എല്ലിലേക്ക് ലിങ്ക് ചെയ്യുന്നതിനാണ് എക്സ്റ്റേണൽ സി എസ് എസ് എന്ന് പറയാം. അതിനുപയോഗിക്കുന്ന ടാഗാണ് ലിങ്ക് ടാഗ്. മറ്റൊരു രീതിയിൽ സി എസ് എസിനെ എച്ച് ടി എം എല്ലിലേക്ക് ആഡ് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ സി എസ് എസ്. ഇൻറ്റേർണൽ സി എസ് എസ് എങ്ങനെ ആഡ് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റൈൽ ടാഗ് വെച്ചിട്ട് നമുക്ക് സി എസ് എസിലെ ആട്രിബ്യൂട്ട്സ് എല്ലാം സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. മൂന്നാമത്തെ രീതിയാണ് ഇൻലൈൻ സി എസ് എസ്. ഇൻലൈൻ സി എസ് എസ് ആയിട്ട് എങ്ങനെ എച്ച് ടി എം എൽ ആഡ് ചെയ്യാം? ഓരോ എച്ച് ടി എം എൽ എലമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് സി എസിനെ എച്ച് ടി എം എല്ലിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ സി എസ് എസ് എച്ച് ടി എം എല്ലിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെസണിലേക്ക് പോകാം. സോ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എലമെൻറ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. സോ സി എസ് എസിൽ എലമെൻറ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് കളർ പ്രോപ്പർട്ടി. സോ നമുക്ക് ഇൻലൈൻ ആയിട്ടാണ് നമ്മൾ ആദ്യം നമ്മുടെ എച്ച് ടി എം എല്ലിൽ സി എസ് എസ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻലൈൻ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ടാണ് നമ്മൾ ആ എലമെൻറ്റിന് കൊടുക്കേണ്ടത്. സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ടിൽ കളർ നമുക്ക് നിശ്ചയിക്കാനായിട്ട് കളർ എന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഫസ്റ്റ് ടാസ്കിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ചേഞ്ച് യുവർ എച്ച് ടു എലമെൻറ്റ് സ്റ്റൈൽ സോ ദാറ്റ് ഇറ്റ്സ് ടെക്സ്റ്റ് കളർ ഈസ് റെഡ്. നമ്മൾ എച്ച് ടു എന്ന എലമെൻറ്റിൻ്റെ കളറ് റെഡ് ആക്കണം എന്നാണ് ഫസ്റ്റ് ടാസ്ക് പറയുന്നത്. സോ വി ക്യാൻ ഡു ദാറ്റ്. സോ ടു ആഡ് ഇൻലൈൻ സി എസ് എസ് വി വിൽ ആഡ് സ്റ്റൈൽ ആട്രിബ്യൂട്ട് ടു ദ എലമെൻറ്റ്. എന്നിട്ട് നമ്മളതിൻ്റെ പ്രോപ്പർട്ടി കളർ പ്രോപ്പർട്ടി റെഡാക്കി കൊടുക്കും. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ എച്ച് ടു എലമെൻറ്റിൻ്റെ കളറ് റെഡ് കളറായി മാറി. നമുക്കൊന്ന് കൺട്രോൾ സെഡ് അടിച്ചിട്ട് സ്റ്റൈൽ പ്രോപ്പർട്ടി ഇല്ലാണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ബ്ലാക്ക് കളറായിരുന്നു. നമ്മൾ ആ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ആഡ് ചെയ്തപ്പോൾ അത് റെഡായിട്ട് മാറി. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ടാസ്ക്. നൗ വി ക്യാൻ റൺ ദ ടെസ്റ്റ്. റൺ ചെയ്തപ്പോൾ അവർ പറയുന്നത് എവറി സി എസ് എസ് സ്റ്റൈൽ ഡിക്ലറേഷൻ ഷുഡ് എൻഡ് വിത്ത് അപ്പോസ്ട്രോഫി. സോ വി ക്യാൻ ആഡ് ദാറ്റ് ആഫ്റ്റർ അവർ സ്റ്റൈൽ ആട്രിബ്യൂട്ട്. അഗെയിൻ വി ക്യാൻ റൺ ദ ടെസ്റ്റ്. സോ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇറ്റ് ഷുഡ് ബി ഇൻസൈഡ് ഡബിൾ കൊട്ടേഷൻ. ഓക്കെ, again run the test. So we can go to the next challenge. Okay, നമ്മുടെ നെക്സ്റ്റ് ചലഞ്ച് യൂസ് സി എസ് എസ് സെലക്ടേഴ്സ് ടു സ്റ്റൈൽ എലമെൻറ്റ്സ്. സോ ആദ്യം നമ്മൾ ഇൻലൈൻ ആയിട്ടാണ് നമ്മുടെ എലമെൻറ്റിനെ സ്റ്റൈൽ ചെയ്തത്. ഇൻലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സി എസ് എസ് എലമെൻറ്റിനെ സ്റ്റൈൽ ചെയ്തത്.
വേറൊരു മെത്തേഡും കൂടെ, രണ്ടാമത്തെ മെത്തേഡാണ് എക്സ്റ്റേണൽ സ്റ്റൈലിംഗ്. എക്സ്റ്റേണൽ സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ CSS എലമെൻ്റ് ഉണ്ട്, സ്റ്റൈൽ എന്നൊരു എലമെൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ എല്ലാ സ്റ്റൈൽസും ആ എലമെൻറ്റിൻ്റെ ഉള്ളിൽ സ്പെസിഫൈ ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് ടാസ്ക് ഈസ് ടു ചേഞ്ച് അവർ ഇൻലൈൻ സ്റ്റൈലിംഗ് ടു എക്സ്റ്റേണൽ സ്റ്റൈലിംഗ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ സ്റ്റൈൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ, സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട CSS എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യും. അങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഏതാണോ എലമെൻറ്റ്, ആ എലമെൻറ്റിൻ്റെ പേര്, അതിനകത്ത് ഏത് പ്രോപ്പർട്ടിയാണ് ചേഞ്ച് ചെയ്യുന്നത്, ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ, ഇങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണലി CSS സ്റ്റൈൽ ചെയ്യുന്നത്. മാത്രമല്ല സെമി കോളൻ, ഓരോ പ്രോപ്പർട്ടി ഇടുമ്പോഴും സെമി കോളൻ ഇടാൻ മറക്കരുത്. സോ നമുക്ക് ടാസ്കിലേക്ക് പോകാം. ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഡിലീറ്റ് യുവർ H2 styles attribute and instead create a CSS style block. Add the necessary CSS to turn all H2 element blue. അപ്പോൾ ഇൻലൈൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത സ്റ്റൈൽസ് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻലൈൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത CSS ഡിലീറ്റ് ചെയ്തു. ഇനി ഇവർ പറയുന്നത് ഒരു സ്റ്റൈൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാനാണ്. നമുക്ക് ഇവിടെയുള്ള സ്റ്റൈൽ ബ്ലോക്ക് കോപ്പി ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടിടാം. ഓക്കെ, സ്റ്റൈൽ ബ്ലോക്ക് നമ്മൾ ഇട്ടിരിക്കുകയാണ്. സ്റ്റൈൽ ബ്ലോക്കിൽ ഇപ്പോൾ കളർ റെഡാണ്. ഇവർ പറയുന്നത് H2 എലമെൻ്റ് കളർ ബ്ലൂ കൊടുക്കാനാണ്. നമുക്ക് കളർ മാറ്റി കൊടുക്കാം. H2 എലമെൻ്റ് കളർ ബ്ലൂ ആയി. ഇനി നമുക്ക് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കാം. യാ, വി ഹാവ് കംപ്ലീറ്റഡ് ദ ടെസ്റ്റ്. വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് ചലഞ്ച്. നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് CSS ക്ലാസ്സിനെ കുറിച്ചാണ്. എങ്ങനെ CSS ക്ലാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ എലമെൻറ്റിനെ സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു CSS എലമെൻറ്റിനെ, H2 എലമെൻറ്റിനെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കിയത്. ഇപ്രാവശ്യം നമ്മളൊരു CSS ക്ലാസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു എലമെൻറ്റിനെ സ്റ്റൈൽ ചെയ്യാമെന്നാണ് നോക്കുന്നത്. സോ CSS ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യേണ്ടത് ഒരു ഡോട്ട് ഓപ്പറേഷൻ വെച്ചിട്ടാണ്. ഒരു ഡോട്ട് ഓപ്പറേഷൻ പ്രതിനിധീകരിക്കുന്നത് അത് ഒരു CSS ക്ലാസ് ആണ് എന്നാണ്. സോ ഇവിടെ ബ്ലൂ ടെക്സ്റ്റ് എന്ന ഒരു CSS ക്ലാസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി ബ്ലൂ ആക്കി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ CSS ക്ലാസ് എങ്ങനെ നമ്മുടെ എലമെൻറ്റിൽ ഉപയോഗിക്കാം? ക്ലാസ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത CSS ക്ലാസ് നമ്മളെ എലമെൻറ്റിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ക്ലാസ് ഈസ് ഈക്വൽ ടു ഡോട്ട് ഓപ്പറേറ്റർ ഇല്ലാണ്ട് നമ്മൾ ആ CSS ടെക്സ്റ്റ് നമ്മളെ എലമെൻറ്റിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെയാണ് ക്ലാസ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നമ്മളെ എലമെൻറ്റിനെ സ്റ്റൈൽ ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ഈ ടാസ്കിലേക്ക് പോവാം. Inside a style element, change the H2 selector to dot red text and update the colors value from blue to red. Give your H2 element the class attribute with a value of red text. ഓക്കെ, സോ ഇവർ പറയുന്നത് നമ്മുടെ സ്റ്റൈലിനുള്ളിലെ H2 എലമെൻറ്റിനെ ചേഞ്ച് ചെയ്തിട്ട് അതൊരു ക്ലാസ് ആട്രിബ്യൂട്ട് ആക്കി മാറ്റുക എന്നാണ് പറഞ്ഞത്. H2 എന്ന് ഡിക്ലെയർ ചെയ്തപ്പോൾ അതൊരു എലമെൻ്റ് ആയിരുന്നു. H2 എന്ന എലമെൻറ്റ് നമ്മൾ അതിനെ ക്ലാസ് ആക്കി മാറ്റുകയാണ്. ക്ലാസ് ആക്കുമ്പോൾ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കണം. പിന്നെ ക്ലാസിൻ്റെ പേര് റെഡ് -ടെക്സ്റ്റ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കളർ ബ്ലൂവിൽ നിന്ന് റെഡിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. സോ വി ക്യാൻ ചേഞ്ച് ഫ്രം ബ്ലൂ ടു റെഡ്. എന്നിട്ട് ഈ റെഡ് ടെക്സ്റ്റ് എന്ന ക്ലാസ് നമ്മൾ H2 എലമെൻറ്റിൽ യൂസ് ചെയ്യാനാണ് പറയുന്നത്. സോ നമുക്ക് ക്ലാസ് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് H2 എന്ന എലമെൻറ്റിനെ ഉപയോഗിക്കാം. സോ വി ക്യാൻ സീ ദാറ്റ് നമ്മളെ ഹെഡിങ് ഈ ക്ലാസ് റെഡ് ടെക്സ്റ്റ് എന്ന ക്ലാസ്സിലേക്ക് സെറ്റ് ചെയ്തപ്പോൾ ആ ക്ലാസ്സിൻ്റെ കളറ് നമ്മളെ ഹെഡിങ്ങിന് വന്നിരിക്കുകയാണ്. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ യൂസ് ക്ലാസ് ടു ചേഞ്ച് ദ color of the text. Text is successful.
So we can go to the next challenge. So our next task is to style multiple element with a CSS class. CSS ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ് ഇസ്കിൽ റെഡ് ടെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് വേറെയും പല എലമെൻസിനും കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ടാസ്ക് നമുക്ക് പി എലമെൻറ്റിനും കൂടെ റെഡ് ടെക്സ്റ്റ് എന്ന ക്ലാസ് കൊടുക്കാനാണ് ടാസ്ക് പറയുന്നത്. സോ നമ്മുടെ പാരഗ്രാഫ് എലമെൻറ്റിനും നമ്മൾ റെഡ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുകയാണ്. റെഡ് ടെക്സ്റ്റ് എന്ന ക്ലാസ് പാരഗ്രാഫ് എലമെൻറ്റിന് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് പാരഗ്രാഫ് എലമെൻറ്റിനും കിട്ടി. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ടാസ്ക് പറയുന്നത്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. The test is successful. We can move to next challenge. സോ നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് പറയുന്നത് എങ്ങനെ ഒരു എലമെൻറ്റിൻ്റെ ഫോൺ സൈസ് CSS ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാമെന്നാണ്. സോ ഫോൺ സൈസ് കൺട്രോൾ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഫോൺ ഹൈഫൺ സൈസ്. സോ ഫോൺ ഹൈഫൺ സൈസ് ഉപയോഗിച്ച് നമുക്കൊരു എലമെൻറ്റിൻ്റെ ഫോൺ സൈസ് കൺട്രോൾ ചെയ്യാം. സോ വി ക്യാൻ ഡു ദ ടാസ്ക്. Inside the same style tag that contains your red text class, create an entry for p elements and set font size to 16 pixel. സോ നമുക്ക് ഫോൺ സൈസ് നമ്മുടെ സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഇത് H1-നല്ല ആഡ് ചെയ്യേണ്ടത്, പി എലമെൻസിനാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ പി എലമെൻസിൻ്റെ ഫോണ്ട് 16 ആക്കി മാറ്റാനാണ് പറയുന്നത്. ഇവിടെ നമ്മളത് 30 ആക്കി കൊടുത്തപ്പോൾ തന്നെ ഹെഡിങ്ങിനെക്കാട്ടും വലിയ ഫോണ്ടായിരിക്കുകയാണ് പാരഗ്രാഫിന്. സോ നമുക്കത് 16 ആക്കുകയാണ് വേണ്ടത്, 16 പിക്സൽ. സോ അതാണ് നമ്മുടെ ടാസ്ക് പറയുന്നത്. പി എലമെൻറ്റിന് ഫോൺ സൈസ് എന്ന പ്രോപ്പർട്ടി 16 പിക്സൽ എന്ന വാല്യൂ ആഡ് ചെയ്യാനാണ് പറയുന്നത്. സോ വി ക്യാൻ റൺ ദ ടെസ്റ്റ്. സോ ടെക്സ്റ്റ് ഈസ് സക്സസ്ഫുൾ. വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് ചാലഞ്ച്. സോ നെക്സ്റ്റ് ടാസ്ക് ഒരു എലമെൻറ്റ് എങ്ങനെ ഫോൺ ഫാമിലി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫോൺ ഫാമിലി സെറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോൺ ഹൈഫൺ ഫാമിലിയാണ്. സോ നമുക്ക് അത് കൊടുക്കേണ്ട എലമെൻറ്റിന് അല്ലെങ്കിൽ ക്ലാസ്സിന് ഫോൺ ഫാമിലി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എലമെൻറ്റ് ഫോൺ ഫാമിലി സെറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈ ടാസ്കിലേക്ക് പോകാം. മേക്ക് ഓൾ ഓഫ് യുവർ പി എലമെൻറ്റ് യൂസിങ് മോണോസ്പേസ് ഫോണ്ട് എന്നാണ് ടാസ്ക്. അപ്പം മോണോസ്പേസ് ഫോണ്ട് എന്ന് പറഞ്ഞ ഫാമിലി നമ്മളെല്ലാ പി എലമെൻറ്റിനും കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫോൺ ഫാമിലി എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഡിക്ലെയർ ചെയ്തു. തൽക്കാലം കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ സാൻഡ് ഷെറീഫ് എന്ന് പറഞ്ഞ കോപ്പി പേസ്റ്റ് ചെയ്തു. അപ്പം ഈ പാരഗ്രാഫ്സ് മൊത്തം സാൻഡ് ഷെറീഫ് ആയിരിക്കണം. നമുക്കത് മാറ്റി മോണോസ്പേസ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, മോണോസ്പേസ് ആക്കിയപ്പോൾ നമുക്ക് കാണാം എല്ലാ പാരഗ്രാഫ്സും മോണോസ്പേസ് ഫാമിലിയിലേക്ക് മാറിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ സെറ്റ് ഫോൺ ഫാമിലി ഇൻ CSS. സോ വി ക്യാൻ റൺ ദ ടെസ്റ്റ്. യാ, ദ ടെസ്റ്റ് ഇസ് സക്സസ്ഫുൾ. സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ചാലഞ്ച്. സോ നെക്സ്റ്റ് ടാസ്ക് പറയുന്നത് എങ്ങനെ ഗൂഗിളിൽ നിന്നൊരു ഫോണ്ട് ഇമ്പോർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫോൺസ് ഉണ്ടാവണമെന്നില്ല. നമുക്ക് കസ്റ്റമായിട്ട് ഫോൺസ് അല്ലെങ്കിൽ നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് ഫോൺസ് വേണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ഫോൺസിൽ ട്രൈ ചെയ്ത് നോക്കാം. ഗൂഗിൾ ഫോൺസിൽ ഇഷ്ടംപോലെ ഫോൺസ് നമുക്ക് ചൂസ് ചെയ്യാൻ കിട്ടും. ഇതിൽ ഏത് ഫോണ്ട് വേണമെങ്കിലും നമുക്ക് നമ്മളെ HTML ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ടാസ്ക് പറയുന്നത്. സോ നമ്മുടെ ഫോണ്ട് നമുക്ക് എക്സ്റ്റേണലായിട്ട് ഫോൺസ് ഉൾപ്പെടുത്തണമെങ്കിൽ അതിന് ഗൂഗിൾ ഫോൺസ് ആണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ലിങ്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ആദ്യം കൊടുക്കണം. സോ ഇത് ഫോൺസിനെ ഉൾപ്പെടുത്തുന്ന ലിങ്കാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫോണ്ടിൻ്റെ ഫാമിലിയുടെ പേരാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. സോ ഈ രീതിയിൽ നമുക്ക് എക്സ്റ്റേണലി ഉള്ള ഒരു ഫോണ്ടിനെ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ഉൾപ്പെടുത്താം. എന്നിട്ട് ഇവിടെ നമ്മൾ ഫോൺ ഫാമിലിയിൽ മോണോസ്പേസ് ആഡ് ചെയ്തതുപോലെ നമുക്ക് ഏത് ഗൂഗിൾ ഫോൺസ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഗൂഗിൾ ഫോൺസിലെ ലോബ്സ്റ്റർ എന്ന ഫോണ്ടാണ് നമ്മളിവിടെ ഈ ലിങ്ക് വഴി നമ്മുടെ ഡോക്യുമെൻ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഉപയോഗിക്കാനായിട്ട് ആ ലോബ്സ്റ്റർ എന്നുള്ളത് നമ്മുടെ
ഫോൺ ഫാമിലിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലോബ്സ്റ്റർ എന്നുള്ള ഫോണ്ട് ഇവിടെ ഉപയോഗിക്കാൻ കഴിയും. സോ അതാണ് ഈ ടാസ്ക് പറയുന്നത് ക്രിയേറ്റ് എ ഫോൺ ഫാമിലി CSS റൂൾ ദാറ്റ് യൂസ് ദ ലോബ്സ്റ്റർ ഫോണ്ട് ആൻഡ് എൻഷ്യൂർ ദാറ്റ് വിൽ ബി അപ്ലൈഡ് ടു യുവർ H2 എലമെൻറ്റ്. സോ P എലമെൻറ്റിനല്ല, നമുക്ക് H2 എലമെൻറ്റിനാണ് ലോബ്സ്റ്റർ ആഡ് ചെയ്യേണ്ടത്. സോ H2 എലമെൻറ്റ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എലമെൻറ്റിൻ്റെ പേര് പ്രോപ്പർട്ടി എന്നുള്ളത് ഫോൺ ഫാമിലിയാണ് പ്രോപ്പർട്ടി. സോ ഫോൺ ഫാമിലി ചൂസ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ വാല്യൂ മോണോസ്പേസ് മാറ്റി ലോബ്സ്റ്റർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹെഡിങ് നമ്മളെ H2 എന്നുള്ള എലമെൻറ്റിൻ്റെ ഫോൺ ഫാമിലി ലോബ്സ്റ്ററായി മാറി. ഇനി നമുക്ക് ഗൂഗിൾ ഫോണ്ടിനകത്ത് ഏതെങ്കിലും ഒരു കസ്റ്റം ഫോണ്ട് ആഡ് ചെയ്യണം, ഞങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഈ ഫോണ്ട് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഫോണ്ട് കോപ്പി ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ സ്പേസ് ഉള്ള ഫോൺസ് ആണെങ്കിൽ നമ്മളതൊരു ഡബിൾ കോഡ്സിൽ വേണം കൊടുക്കാൻ. നമുക്ക് തൽക്കാലം പാരഗ്രാഫിൻ്റെ മോണോസ്പേസ് മാറ്റിയിട്ട് ആ ഫോണ്ട് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആഡ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം നമുക്ക് സ്പേസ് ഇട്ടിട്ടുള്ളതാണെങ്കിൽ നമുക്കത് ഡബിൾ കോഡ്സ് കൊടുക്കണം, എന്നിട്ട് നമ്മളത് ഇമ്പോർട്ടും ചെയ്യണം. ഇവിടെ നമ്മൾ ലോബ്സ്റ്ററാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡാൻസിങ് സ്ക്രിപ്റ്റ് ഇമ്പോർട്ട് ചെയ്തേക്കാം. ഡാൻസിങ് സ്ക്രിപ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ പാരഗ്രാഫ്സ് എലമെൻറ്റ്സ് എല്ലാം ഡാൻസിങ് സ്ക്രിപ്റ്റിലേക്ക് മാറി, കണ്ടില്ലേ? പക്ഷെ നമ്മളെ H2 എലമെൻറ്റ് ലോബ്സ്റ്റർ തിരിച്ചൊരു ഡിഫാൾട്ട് ഫോണ്ടിലേക്ക് മാറി, കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് ഡാൻസിങ് സ്ക്രിപ്റ്റാണ്. ഇപ്പം 2 ഫോണ്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്ത് 2 പ്രാവശ്യം അത് ചെയ്താൽ മതി. ഈ ഡാൻസിങ് സ്ക്രിപ്റ്റ് 2ാമത്തെ പ്രാവശ്യം ലോബ്സ്റ്റർ ഇമ്പോർട്ട്, ഇപ്പോൾ ലോബ്സ്റ്ററും വന്നു, ഡാൻസിങ് ഫാമിലിയും വന്നു. സോ ഇങ്ങനെയാണ് ഗൂഗിൾ ഫോൺസ് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടാസ്കിന് വേണ്ടിയിട്ട് തൽക്കാലം നമ്മൾ ഡാൻസിങ് സ്ക്രിപ്റ്റ് എടുത്തു കളഞ്ഞു. പിന്നെ നമുക്കിവിടെ മോണോസ്പേസ് ആയിരുന്നു വേണ്ടത്, P2ന് മോണോസ്പേസ് ആണ് വേണ്ടത്. നമുക്കവിടെ മോണോസ്പേസ് ചേർക്കാം. സോ നമുക്ക് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കാം. വി ഹാവ് കംപ്ലീറ്റഡ് ദ ടെസ്റ്റ്, വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് ചലഞ്ച്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബേസിക്സ് ഓഫ് CSSൻ്റെ ഫസ്റ്റ് ഒരു 1 2 3 4 5 6 7 ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ നമ്മൾ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാൻ, ടെക്സ്റ്റിൽ ഫാമിലി ആഡ് ചെയ്യാനായിട്ട്, എങ്ങനെ ക്ലാസ് വെച്ചിട്ട് നമുക്ക് CSS അപ്ലൈ ചെയ്യാം, ഫോണ്ട് സൈസ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, പിന്നെ നമ്മൾ ഗൂഗിൾ ഫോൺസ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. സോ ബേസിക് CSS ഇനി നമുക്ക് ഒരുപാട് ടാസ്കും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ ബാക്കിയുള്ള ടാസ്കുകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ട് ബേസിക് CSSൻ്റെ ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ബേസിക് HTML കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു 1 2 3 4 5 6 ചാപ്റ്ററും കൂടെ ബാക്കിയുണ്ട്. 6 ചാപ്റ്റർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസീവ് വെബ് സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. ഈ ഒരു റെസ്പോൺസീവ് വെബ് സർട്ടിഫിക്കേഷൻ, ഫ്രീ കോഡ് ക്യാമ്പിൻ്റെ റെസ്പോൺസീവ് വെബ് സർട്ടിഫിക്കേഷൻ ആക്ച്വലി ഈ ഇൻഡസ്ട്രിയിൽ വളരെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമെ വെക്കാനായിട്ട് ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഫ്രീ കോഡ് ക്യാമ്പിൻ്റെ റെസ്പോൺസീവ് വെബ് സർട്ടിഫിക്കേഷൻ. സോ എല്ലാവരും ഈ സർട്ടിഫിക്കേഷൻ എടുക്കുക. ആൻഡ് ഓൾസോ please like and subscribe and don't forget to press the bell icon.